നമുക്ക് എന്ത് ചെയ്യാം, നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്താ ക്വസ്റ്റ്യൻ? A short bar magnet is placed with its axis at 30 degree with uniform electric magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നുണ്ട്, കണ്ട, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനൊരു മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇങ്ങനൊരു മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട് വിചാരിക്കുക. അതിലേക്ക് എന്ത് ചെയ്തു എന്നറിയോ? അതിലേക്ക് ഒരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ വെക്കുകയാണ് നമ്മൾ. ഇങ്ങനെ ബാർ മാഗ്നറ്റ് എത്ര ആംഗിളിലാണ് വെച്ച്? നമ്മൾ 30 ഡിഗ്രി ആംഗിളിൽ വെച്ചു എന്നാണ് പറയുന്നത്. അതിൽ ആക്സിസ് അറ്റ് 30 ഡിഗ്രി വിത്ത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.25. എക്സ്പീരിയൻസ് ടോർക്ക്, ഒരു ടോർക്ക് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ ടോർക്കിൻ്റെ വാല്യൂ എത്രയാ? ടോർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോക്കിക്കോ, 4.5 × 10⁻² എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പമല്ലടാ. എങ്ങനെ ഇത് ചെയ്യുക? നമുക്ക് എല്ലാവർക്കും അറിയാം. ടോർക്ക് നമ്മളിവിടെ എഴുതി. ഇനി നമുക്ക് ഞങ്ങളുടെ വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്കൊരു ആംഗിൾ തന്നിട്ടുണ്ട്. അത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? പിന്നെ ഇത്രയല്ലേ തന്നിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ബിയും തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 0.25 തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താ നമുക്ക് എല്ലാവർക്കും അറിയിക്കുന്നത്? ടോർക്കിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നല്ലേ? ദാറ്റ് ഈസ് MB sin θ എന്ന് എല്ലാ കുട്ടികൾക്കും അറിയുന്നല്ലേ? ടോർക്കിൻ്റെ ഇക്വേഷൻ MB sin θ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു ടോർക്ക് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ M = ഞാൻ എഴുതി ടോർക്ക് ബൈ B sin θ എന്ന് എനിക്ക് എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഇവിടെ എത്രയാണ് വാല്യൂ? 4.5 × 10⁻² ഡിവൈഡ് ബി എത്രയാ? 0.25 sin 30 ഡിഗ്രി. ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ അല്ലേ? ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ചെയ്ത ആൻസർ എത്തും. വളരെ എളുപ്പമല്ലേ? ഓക്കെ അല്ലേ? sin 30 എത്ര? 1/2 അല്ലേ? അപ്പോൾ ഇത് 1/2 വരും, മേലോട്ട് പോകും, × 2 വരും. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും കുട്ടികളെ? 4.5 ഞാൻ കളയാണ്. 450 ഡിവൈഡ് ബൈ 25 × 10⁻² × 2 എന്ന് എഴുതി. ഓക്കെ അല്ലേ? 450 × 2 എന്ന് പറഞ്ഞാൽ 900 വരും. അപ്പോൾ 900 × 10⁻² ഡിവൈഡ് ബൈ 25 വരും. ഇത് ക്യാൻസലായി പോകും. 0.90 വരും. ഏകദേശം ഒരു 0.3 സംതിങ് വരുന്ന ഇക്വേഷൻ ഉണ്ടോ? 0.3 സംതിങ്. ഇക്വേഷൻ എ നമുക്ക് അങ്ങനെ ചെയ്യാൻ പഠിക്കാം കേട്ടോ. ഫുള്ളായിട്ട് കണ്ടുപിടിക്കണം. നമുക്ക് അങ്ങനെ 0.3 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇത് 0.03 ആണ്, 36 ആണ്, ഇത് 3.6 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്രയും 0.36 തന്നെ ആയിരിക്കും നമ്മളുടെ ആൻസർ വരേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകല്ലേ? എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? നമ്മളോട് പറയുന്നു ഒരു മാഗ്നറ്റിക് ഉണ്ട്. ഒരു മാഗ്നറ്റ് ഈസ് കട്ട് ഇൻ ടു ത്രീ പാർട്സ് ബൈ കട്ടിങ് ഇറ്റ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, ലെങ്ത്തിനെ വഴിച്ച് കട്ട് ചെയ്തു. ദ ടൈം പീരീഡ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ മാഗ്നറ്റ് ഈസ് T0. ഓക്കെ, അതിൻ്റെ ഒറിജിനൽ ഇങ്ങനെ ഒരു മാഗ്നറ്റ് ഉണ്ട് അവിടെ. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? പെർപെൻഡിക്കുലർ ടു ദ ലെൻസ് ഇങ്ങനെ ഒരു 3 പീസാക്കി ഈ മാഗ്നറ്റിൻ്റെ. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു 3 പീസാക്കി മാറ്റി എന്ന് പറയും. ഇതിൻ്റെ ഒറിജിനൽ ടൈം പീരീഡ് എത്രയായിരുന്നു? T0 ടൈം പീരീഡ് ആയിരുന്നു അതിൻ്റെ ഒറിജിനൽ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴവരുടെ ഇനി എന്താ ടൈം പീരീഡ് ഓഫ് ഈച്ച് പാർട്ട്, ഈ ഓരോ പാർട്ടിൻ്റെയും ടൈം പീരീഡാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാവരും കണ്ടിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ചെയ്യാം നോക്കിക്കോ. ഞാൻ ആദ്യം എഴുതുന്നത് എന്താ പറയുക? ടൈം പീരീഡ് ഇക്വേഷൻ ഇതാ. T0 = 2π√I/MB എന്നല്ലേ എൻ്റെ ടൈം പീരീഡ് ഇക്വേഷൻ. ഇവിടെ MB മാറുന്നുണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നുണ്ടോ? ഇല്ല, സെയിം മാഗ്നറ്റിക് ഫീൽഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബാക്കി രണ്ടെണ്ണമാണ് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോട്ടോ. ഇപ്പോഴത്തെ എൻ്റെ I എന്ന് പറഞ്ഞാൽ ഇതൊരു ബാർ മാഗ്നറ്റ് അല്ലേ? ദാറ്റ് ഗീവ്സ് ML²/12 ആയിരുന്നു ആരുണ്ടായിരുന്നത്. ഇപ്പോൾ I' കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ എത്ര L? ഇപ്പോഴത്തെ L എത്രയാണ്? L/3 ആയി മാറിയില്ലേ? ഇങ്ങനെ ഉണ്ടായിരുന്നത് 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. ആദ്യം L ആയിരുന്നു. അപ്പോൾ ഇത് L/3, ഇത് L/3, ഇത് L/3. അപ്പോൾ ഓരോന്നിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഈ ഒരു ഭാഗത്തിൻ്റെ ടൈം പീരീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? L/3. ഓക്കെ അല്ലേ? അപ്പോൾ M × L/3 the whole square divided by 12. അത് എത്ര വരും ഇവിടെ? M/12 ML²/12 × 327 1/27 വരും. ഓക്കെ അല്ലേ? ഈ MLs നോക്കുകയാണെങ്കിൽ കുട്ടികൾ ഇതെന്താ? ഇത് I0 അല്ലേ? അതായത് ഇനീഷ്യലാണ് ഈ ML²/12 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് I' എങ്ങനെ എഴുതാൻ പറ്റും? I' = I0/27 എന്ന് എഴുതി കൂടെ. പുതിയ I' എന്ന് പറയുന്നത് ഇനീഷ്യലിൻ്റെ 27 ആണ്. 27 പാർട്ടേ ഉള്ളൂ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഈ കാര്യം മനസ്സിലായില്ലേ? ഇനി എന്താ അവിടെ പറയുന്നത് നോക്കിക്കുക. ഇനി പുതിയ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് എന്താണ്? ന്യൂ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് എന്തായിരിക്കും? ഇത് എങ്ങനെ കട്ട് ചെയ്താലും എന്താണ്? /3. എത്ര വർഷമാണ് കട്ട് അത്രയിലേക്ക് മാഗ്നറ്റിക് മൂവ്മെൻറ്റ് പോകും. അപ്പോൾ ഇവിടെ എന്താവും? M/3 ആയി മാറും. ഇനി പുതിയ ടൈം പീരീഡ് ഇക്വേഷനിലോട്ട് കൊടുക്കുക. T' = 2π√I/MB.
ഐ ഡാഷ് എം ഡാഷ് ബൈ ബി. ബി എന്താ മാറാത്ത ഇവിടെ പഴയ മാഗ്നറ്റിക് ഫീൽഡിലാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കും. നോക്കി കേട്ടോ, ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ടി ഡാഷ് ഈക്വൽ ടു 2π √i എന്ന് പറഞ്ഞാൽ I/27 എന്ന് ഞാൻ എഴുതി. എം എന്ന് പറഞ്ഞാൽ m/3 എന്ന് എഴുതി, ഇൻറ്റു ബി എന്ന് എഴുതി. ഇതെന്താ ഇവിടെ എത്ര വരും? 9 എന്ന് വരും. ഈ 9 പുറത്തേക്ക് വരുമ്പോൾ ടി ഡാഷ് ഈക്വൽ ടു 2π/3 √i/mb എന്ന് വരും. ഈ 2πi/mb എന്താ? നമ്മുടെ ഫസ്റ്റ് എത്ര നോക്കുക, 2π ഇൻറ്റു √i/mb എന്താ? അതിൻ്റെ T0 അല്ലേ? അങ്ങനെയാണ് എനിക്ക് എഴുതി കൂടെ. ദാറ്റ് ഈസ് ടി ഡാഷ് ഈക്വൽ ടു T0/3. ദിസ് വിൽ ബി മൈ ആൻസർ. എളുപ്പമല്ലേ? എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേ? അടുത്തിലോട്ട് പോയാലോ? എന്താ നമുക്ക് അടുത്തിലോട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാലോ, നോൺ പോളാർ മെറ്റീരിയൽസ് ഡു നോട്ട് ഹാവ് എനി പെർമനൻറ്റ് ഡൈപോൾ മൂവ്മെൻറ്റ്. ശരിയാണോ? അതെ, കറക്റ്റാണ്. നോൺ പോളാർ മെറ്റീരിയൽസിൽ എന്തിനാ പെർമനൻറ്റ് ഡൈപോൾ മൂവ്മെൻറ്റ് അവർക്കില്ല. അതിന് കാരണം എന്താ? കാരണം എന്താ വെച്ചാൽ നോൺ പോളാർ ഡൈപോൾ മൂവ്മെൻറ്റ് അവരുടെ സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജിൽ അത് എന്തിനോട് കോയിൻസൈഡ് ചെയ്യും? അവരുടെ സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജിനോട് കോയിൻസൈഡ് ചെയ്യും എന്നാണ് പറയുക. ഹെൻസ് അവർക്ക് എന്ത് ചെയ്യുക? ഒരു ഡൈപോൾ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. എങ്ങനെ പറയാമെന്ന് വെച്ചാൽ, അതായത് ഇൻ എ നോൺ പോളാർ മെറ്റീരിയൽ the center of positive charge coincide with the center of negative charge, hence they do not have a net dipole moment എന്നാണ് പറയാം. ഇനി രണ്ടാമത്തെ ദിവസം അപ്പോൾ ഇത് ശരിയാണ്, 1 ഈസ് കറക്റ്റ് ആണ് കേട്ടോ. അതിൻ്റെ റീസൺ എന്താ പറയുന്നത് നോക്കിയാൽ, വെൻ എ നോൺ പോളാർ മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ് the center of positive charge distribution of its individual atom or molecule coincide with the negative charge. ഇത് തെറ്റാണ്. കാരണം എന്താ? ഇത് വെക്കാത്ത സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. ഇത് വെക്കുമ്പോൾ അത് മാറും. ഓക്കെ അല്ലേ? ഇത് വെക്കുമ്പോൾ അവർക്ക് വരും. അവർക്ക് എന്തായാലും ഒരു നോൺ സീറോ മൊമെൻറ്റ് വരികയാണ് ചെയ്യുക. കാരണം എന്താ? അവർ ഇതിലേക്ക് പോവും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? എൻ്റെ 1 ശരിയാണ്, 2 തെറ്റാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? എ ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എന്ന് വരുന്ന, ദാറ്റ് ഈസ് സി ഓപ്ഷൻ വിൽ ബി മൈ ആൻസർ. സി ആണ് എൻ്റെ കറക്റ്റ് ഉത്തരം. ഓക്കെ അല്ലേ? എ കറക്റ്റാണ്, ആ റീസൺ തെറ്റാണ്. ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? Susceptibilities of paramagnetic and ferromagnetic substance increase with decrease in temperature. നോക്കാം. ഞാൻ സസെപ്റ്റിബിലിറ്റി എഴുതിയാൽ ഞാൻ അങ്ങനെ എഴുതാം, C/T-TC എന്നല്ലേ പറയുന്നത്. ഇവർ പറയുന്നത് എന്താ? ടെമ്പറേച്ചർ കുറഞ്ഞാൽ സസെപ്റ്റിബിലിറ്റി കൂടുന്നു. കറക്റ്റാണ് അല്ലേ? ടെമ്പറേച്ചർ കുറയുമ്പോൾ സസെപ്റ്റിബിലിറ്റി കൂടും. കറക്റ്റ് അല്ലേ? ഇൻവേഴ്സ് അല്ലേ? അങ്ങനെയാണ്, അത് കറക്റ്റാണ്. ഇനി ഡയാമാഗ്നറ്റിസം ഈസ് എ റിസൾട്ട് ഓഫ് ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് ഡെവലപ്പിംഗ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. അതും ശരിയല്ലേ? അതും കറക്റ്റാണ്. അപ്പോൾ എന്താണ്? ഡയമാഗ്നറ്റിസത്തിന് കാരണമായ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഡയമാഗ്നറ്റിസ് എ റിസൾട്ട് ഓഫ് ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ ഡെവലപ്പിംഗ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓപ്പോസിറ്റ് ടു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇതിൻ്റെ ഉള്ളത്. അപ്പോൾ 1 ശരിയാണ്, 2 ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് എന്നാണ് എൻ്റെ ഉത്തരം വരേണ്ടത്. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോകും. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? നമ്മളുടെ മാഗ്നറ്റിക് മൊമെൻറ്റ്, ഒരു മാഗ്നറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? മാഗ്നറ്റിക് മൊമെൻറ്റ് 2 ജൂൾ പെർ ടെസ്ല ഈസ് അലൈൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് 0.1 ടെസ്ല. ഓക്കെ. വാട്ട് ഈസ് ദ നെറ്റ് വർക്ക് ഡൺ ടു ബ്രിങ് ദ മാഗ്നറ്റ് നോർമൽ ടു ദ വർക്ക്? ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സിമ്പിൾ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ്. വർക്ക് ഡൺ ഇക്വേഷൻ എന്താ മക്കളെ? MB കോസ് θ1 മൈനസ് കോസ് θ2 എന്നല്ലേ നമ്മളുടെ ഇക്വേഷൻ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കിക്കാം. ഇതിൽ നമുക്ക് M തന്നിട്ടുണ്ടോ? M തന്നിട്ടുണ്ട്. M എത്രയാണ്? 2 എന്ന് തന്നിട്ടുണ്ട്. 2 ജൂൾ പെർ ടെസ്ല തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എന്തുണ്ടോ? ഉണ്ട്, 0.1 എന്ന് തന്നിട്ടുണ്ട്. ആദ്യം എന്തായിരുന്നു? θ1 എത്രയായിരുന്നു? θ1 എന്തായിരുന്നു? അലോങ് ദ മാഗ്നറ്റിക് ഫീൽഡ് എന്നല്ല, അലൈൻഡ് ഇൻ ദ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി ആയിരുന്നു. θ2 എത്രയായിരുന്നു? θ2 എത്രയാണ്? പെർപെൻഡിക്കുലർ വെച്ചു എന്നല്ലേ പറഞ്ഞത്? നോർമലാക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ θ2 90 ഡിഗ്രി. ഇങ്ങനെ ഉണ്ടായിരുന്ന സാധനത്തെ ഇങ്ങനെയാണ് ഫീൽഡ്, ഇങ്ങനെ വെക്കണം നമുക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ? ആദ്യം 0 ഡിഗ്രി ആയിരുന്നു, പിന്നെ 90 ഡിഗ്രിയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു M × B × കോസ് θ1 മൈനസ് കോസ് θ2. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ M എത്രയാണ്? M2 × 0.1 × കോസ് θ1 എത്രയാണ്? കോസ് 0 എന്ന് പറയുമ്പോൾ എത്രയാണ്? കോസ് 0 എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് 90 എത്രയാണ്? 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 0.2 എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ടോ എനിക്ക്? 0. ഉണ്ട്. B, ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? B ആണ് എൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇക്വറ്റോറിയൽ ഫീൽഡ് ഡ്യൂ ടു ദ ബാർ മാഗ്നറ്റ് ഓഫ് ലെങ്ത് 5 സെൻറ്റിമീറ്റർ അറ്റ് എ ഡിസ്റ്റൻസ് 75 സെൻറ്റിമീറ്റർ ഫ്രം ഇറ്റ്സ് മിഡ് പോയിന്റ്? ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ ബാർ മാഗ്നറ്റ് ഈസ് 0.5 സെൻറ്റിമീറ്റർ. സിമ്പിൾ കാര്യമാണ്, നമുക്കറിയാം. മാഗ്നറ്റിക് ഓഫ് ഇക്വറ്റോറിയൽ ഫീൽഡിൻ്റെ മാഗ്നറ്റിക് എത്രയാണ്? നമുക്കറിയാം ബി, ദാറ്റ് ഇസ് ബി ഈക്വൽ ടു μ0/4π ഇൻറ്റു m/r³ ആണെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം അല്ലേ? നമ്മൾ പഠിച്ചല്ലേ? അങ്ങനെയാണ് ഞാൻ എഴുതുന്നു. μ0/4πക്ക് എത്ര എഴുതാൻ പറ്റുമോ? μ0/4πക്ക് ഞാൻ എന്ത് എഴുതുന്നു? 10⁻⁻7 എന്ന് എഴുതി. ഇവിടെ എം എത്രയാണ് തന്നിട്ടുണ്ട്? ഇവിടെ എം തന്നിട്ടില്ലേ? എം എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? എം എത്രയാണ് മാഗ്നറ്റിക് മൊമെൻറ്റ്? 0.75 എന്ന് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ആർ എത്രയാണ് തന്നിട്ടുള്ളത്? ആർ എന്ന് പറയുന്നത് എത്രയാണ്? 75 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? 75 ഇൻറ്റു 10⁻⁻2 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു 0.75, അതായത് എം ഇട്ടാ 0.75 ഡിവൈഡ് ബൈ എം. 0.75 ഇൻറ്റു 0.75 ഇൻറ്റു 0.75. ഈ 0.75 ഈ 0.75 ഞാൻ ക്യാൻസൽ ചെയ്തു. ബാക്കി എനിക്ക് വരിക 10⁻⁻7 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 75 ഇൻറ്റു 75 ആണ്. ഇങ്ങനെയല്ലേ വരിക? മേലെ കളയും. ഇത് ഞാൻ എന്ത് ചെയ്ത് നോക്കിക്കോട്ടോ. ഞാൻ 25 വെച്ച് കളയാണ്. അപ്പോൾ 4, 3, ഇവിടെ ഒരു 4, ഇവിടെ ഒരു 3. 4 ഇൻറ്റു 4 16. 16/9 ഇൻറ്റു 10⁻⁻7 ആണ് എനിക്ക് വരിക. ഓക്കെ അല്ലേ? 16/9 എന്ന് പറയുമ്പോൾ 1 പോയിൻറ്റ് സംതിങ് വരുന്ന ആൻസർ ആയിരിക്കും എനിക്ക് വരേണ്ടത്. ദാറ്റ് വിൽ ബി മൈ ബി ഓപ്ഷൻ. ഓക്കെ അല്ലേ? ഇങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇവിടെ എന്ത് ചെയ്യുക? 0.75 ഇൻറ്റു 0.75 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് 1/, പിന്നെ അങ്ങനെ ചെയ്യാനൊന്നും നോക്കരുത്. ജസ്റ്റ് നമുക്ക് ബുദ്ധി ഒന്ന് അപ്ലൈ ചെയ്യാം. ഈ 0.75 മേലേക്ക് വരുമ്പോൾ 100 വരും. 175 25 4/3 ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പഠിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1 പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഉത്തരത്തിലേക്ക് കിട്ടും. 1 പോയിൻറ്റ് സംതിങ് ഇൻറ്റു 10⁻⁻7 അല്ലേ? 1 പോയിൻറ്റ് സംതിങ് ഇൻറ്റു 10⁻⁻7 അങ്ങനെ ഒരു ഉത്തരം ഉണ്ടോ നോക്കുക. ആൻഡ് ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. എളുപ്പല്ലേടാ? എളുപ്പല്ലേ? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A large bar magnet is broken into 2 pieces so as their length are in the ratio 2:1. Okay, then the pole strength of the 2 pieces will be in the ratio എന്നാണ് ചോദിക്കുന്നത്. pole strength എന്ന് പറയുന്നത് സോ അത് ലെങ്ത്ത്, അതായത് ഇങ്ങനെ പൊട്ടിച്ചാലല്ലേ 2:1 റേഷ്യോയിൽ വരുള്ളൂ. പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ലെങ്ത്തിൽ മുറിക്കുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യില്ല. ദാറ്റ് വിൽ ബി സെയിം പോൾ സ്ട്രെങ്ത് ആയിരിക്കും. അങ്ങനെയാണ് 1:1 എന്നൊരു ഉത്തരമുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ആൻസർ ഉണ്ട്. ഡി ഓപ്ഷൻ വിൽ ബി മൈ ആൻസർ. ഓക്കെ അല്ലേടാ? പോൾ സ്ട്രെങ്ത് ഇങ്ങനെ പെർപെൻഡിക്കുലർ പൊട്ടിച്ചാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ദാറ്റ് സെയിം പോൾ സ്ട്രെങ്ത് ആയിരിക്കും ഉണ്ടാവും. ഓക്കെ സിമ്പിൾ അല്ലേ? അടുത്തതിലോട്ട് പോകും. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? ഒരു ബാർ മാഗ്നറ്റ് ഈസ് ഹാങ്ങിങ് ഫ്രീലി ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ വർക്ക് ഡൺ ഈസ് റൊട്ടേറ്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ ടു 60 ഡിഗ്രീസ് W1. ഓക്കെ, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? നമ്മൾ 0 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് മാറ്റിയപ്പോൾ അവൻ്റെ വർക്ക് ഡൺ W1 ആണെങ്കിൽ, 60 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ അവൻ്റെ വർക്ക് ഡൺ W2 ആണെങ്കിൽ നമുക്ക് കാണാൻ പറഞ്ഞു W1 W2 ആണ് നമ്മളോട് കാണാൻ പറയുന്നത്. വർക്ക് ഡൺ 1/വർക്ക് ഡൺ 2 ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എളുപ്പമല്ലേ? ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? വാ ചെയ്യാം. ആദ്യം വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എഴുതുക. വർക്ക് ഡൺ ഈക്വൽ ടു MB cos θ1 മൈനസ് cos θ2. വർക്ക് ഡൺ 1 ഞാൻ കാണാൻ പോവുകയാണ്. MB ഇൻറ്റു cos 0 മൈനസ് cos 60 ഡിഗ്രിയാണ് വരിക. അങ്ങനെയാണ് ഞാൻ എഴുതുന്നു. MB ഇൻറ്റു എത്ര? cos 0 എത്ര? 1 മൈനസ് cos 60 എത്ര? 1/2. ദാറ്റ് ഈസ് 1/2. MB/2 ആണ് ഇതിൻ്റെ W1 എനിക്ക് കിട്ടുക. ഓക്കെ അല്ലേ? W1 എനിക്ക് കിട്ടി. ഇനി W2 ഞാൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. W2 ചെയ്യാൻ പോവുകയാണ്. W2 എന്ന് പറയുന്നത് വീണ്ടും MB cos 60 മൈനസ് cos 90 എന്നല്ലേ വരിക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു. എത്രയാണ്? cos 60 എത്രയാണ്? cos 60 എന്ന് പറഞ്ഞാൽ എത്രയാടാ? MB ഇൻറ്റു cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ് വരിക. മൈനസ് cos 90 എത്രയാണ്? 0 ആയിട്ടാണ് വരിക. അങ്ങനെയാണെങ്കിൽ MB 1/2 മൈനസ് 0 MB/2 തന്നെ വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ W1/W2 എന്താണ്? W1 എത്രയായിരുന്നു? MB/2 തന്നെയായിരുന്നു. W2 എന്ന് പറഞ്ഞാൽ MB/2 തന്നെയായിരുന്നു. MB 2 ക്യാൻസൽ. ദാറ്റ് ഈസ് 1:1 എന്ന് പറയുന്ന ഒരു ഉത്തരമുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മൈ ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. എന്താ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സിലിണ്ടറിക്കൽ മാഗ്നറ്റിക് റോഡ്, ഒരു സിലിണ്ടറിക്കൽ മാഗ്നറ്റിക് റോഡ് ഉണ്ട്. ഓക്കെ, ഉണ്ടായിക്കോട്ടെ. ലെങ്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതിൻ്റെ ഡയമീറ്റർ 1 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ലെങ്ത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. ഇറ്റ് ഹാസ് എ യൂണിഫോം മാഗ്നറ്റൈസേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. മാഗ്നറ്റൈസേഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? 5.3 ഇൻറ്റു 10⁻³ ആണ് അതിൻ്റെ മാഗ്നറ്റൈസേഷൻ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? മാഗ്നറ്റൈസേഷൻ ഇറ്റ്സ് നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എന്നാണ് ചോദിക്കുന്നത്. നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത്. ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? ഒരു ഇക്വേഷൻ ഇതിന് കുട്ടികൾക്ക് അറിയണം.
മാഗ്നറ്റൈസേഷൻ്റെ ഇക്വേഷൻ കുട്ടികൾക്കറിയണം. എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ, നമ്മൾ പഠിച്ച ഇക്വേഷൻ. മാഗ്നറ്റൈസേഷൻ ഈക്വൽ ടു മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ റോഡ്. ഇവിടെ വോളിയം ഓഫ് റോഡ്, ഇവിടെ റോഡായ കാരണം വോളിയം ഓഫ് ദ റോഡ്. ഇത് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഇവിടെ എന്താ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, മാഗ്നറ്റൈസേഷൻ ഇൻറ്റു വോളിയം ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു മാഗ്നറ്റൈസേഷൻ ഇൻറ്റു വോളിയം ഈക്വൽ ടു എൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്. ഓക്കെ അല്ലേ, എൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്. ഇവിടെ മാഗ്നറ്റൈസേഷൻ എത്രയാണ്, അത് തന്നിട്ട് എത്രയാണ്, 5.3 ഇൻറ്റു 10⁻³ എന്ന് തന്നിട്ട്. ഒരു സിലിണ്ടറിൻ്റെ വോളിയം എത്ര കാണും നമ്മൾ, πr² ഇൻറ്റു എൽ. എങ്ങനെയാണ്, πr² ഇൻറ്റു എൽ. അങ്ങനെയാണെങ്കിൽ ചെയ്യാമേ. ഞാൻ എഴുതുന്നു 5.3 ഇൻറ്റു 10⁻³ ഇൻറ്റു 3.14 ഇൻറ്റു റേഡിയസ് ഇതിൻ്റെ പകുതി 1/2 ഇൻറ്റു 0.5 ഇൻറ്റു 10⁻² ഇൻറ്റു 0.5 ഇൻറ്റു 10⁻² ഇൻറ്റു ലെങ്ത് എത്രയാണ് 5 ഇൻറ്റു 10⁻². ഇതാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇത് ചെയ്യുമ്പോൾ എങ്ങനെ വരും ഇവിടെ, 5/10 ആക്കുക, ഇതും /10 ആക്കുക. അപ്പോൾ ഏകദേശം ഇത് 22/7 ആക്കിയാൽ, ഇത് 5.4 ആക്കിയാൽ, /10 എഴുതിയാൽ 10, 35, 42, 49 ചെയ്യുമ്പോൾ ഏകദേശം 5. എടാ ഇത് ചെയ്യുമ്പോഴേ കുട്ടികൾക്ക് ഞാൻ ലാസ്റ്റ് ഇക്വേഷൻ പറഞ്ഞത് കുട്ടികൾ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ആൻസർ ഞാൻ പറയാം. ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ 2 ഇൻറ്റു 10⁻² ജൂളാണ് കേട്ടോ. ജൂൾ പെർ ടെസ്റ്റിലാണ് ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കുട്ടികൾ ചെയ്യാം കേട്ടോ. ഇത് കുറച്ച് കാൽക്കുലേഷൻ വേണ്ടാണ്, നമുക്ക് ഇതിലേക്ക് ടൈമില്ല. കുട്ടികൾ ചെയ്യാം. ഓക്കെ അല്ലേ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് എന്ത് കൺസെപ്റ്റ് പറഞ്ഞു തന്നിട്ട് ഞാൻ പോകാം കേട്ടോ. ഓക്കെ അല്ലേ, ഇത് കുറച്ച് നേരം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് ഞാൻ സമയം കളയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നോക്കാം അല്ലേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ. അത് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്കില്ലേ. ആണെങ്കിൽ 5.3 ഇൻറ്റു 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 5 125, 125 ഇൻറ്റു 125 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്ര വരും, 125 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ ഏകദേശം 250 പ്ലസ് 125 325 വരിക. 375 വരും. 375 അല്ലേ വരിക, ഇൻറ്റു 3 വരുമ്പോൾ 5, 375 വരും. 375 ഇൻറ്റു 5 വരുമ്പോൾ അത് ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു 2000 അടുത്ത് തന്നെ കിട്ടും അല്ലേ. 2 ഇൻറ്റു 10⁻² അടുത്ത് കിട്ടും. അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ, കുട്ടികൾ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ, അടുത്തതിലോട്ട് പോയാലോ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ, എന്താ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാടാ. എന്താ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, എ മാഗ്നറ്റിക് മൊമെൻറ്റ് എം ഈസ് റൊട്ടേറ്റഡ് ആണ്, റൊട്ടേറ്റ് ചെയ്യുന്നു, റൊട്ടേറ്റഡ് ത്രൂ 360 ഡിഗ്രി ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എച്ച്, വർക്ക് ഡൺ വിൽ ബി എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, എന്താ ചെയ്ത് ഇങ്ങനെയുള്ള സാധനത്തിനെ കണ്ട ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട്, ഇങ്ങനെ കറക്കി ഇങ്ങോട്ടേക്ക് തന്നെ എത്തിച്ചു. ഓക്കെ അല്ലേ, ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ എത്തിച്ചു, കറക്കിയിട്ട്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ വർക്ക് ഡൺ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ബുദ്ധിയുള്ള കുട്ടികൾ പെട്ടെന്ന് പറയും എന്തായിരിക്കും, 0 ആയിരിക്കും. നമുക്ക് നല്ല ചെയ്ത് നോക്കാം. W = mb ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. WmB ഇൻറ്റു കോസ് θ1 എന്തായിരുന്നു, കോസ് 0 1 മൈനസ് കോസ് 360 പറഞ്ഞാലും 1 ദാറ്റ് ഈസ് 1 മൈനസ് 1 0 ദാറ്റ് ഈസ് W = വർക്ക് ഡൺ എത്രയായിരിക്കും, 0 ആൻസറിലേക്ക് എത്തും. ഓക്കെ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈം പീരീഡ് ഓഫ് എ ഫ്രീലി സസ്പെൻഡ് മാഗ്നറ്റ് ഈസ് 4 സെക്കൻഡ്. ഇഫ് ഇറ്റ് ഈസ് ഒരു ഫ്രീലി സസ്പെൻഡ് ചെയ്ത മാഗ്നറ്റിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 4 സെക്കൻഡ് ആണ്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ലെങ്ത് ഇൻടു 2 ഈക്വൽ പാർട്സ്, ഇൻ ലെങ്ത് ആയിട്ട് 2 ഈക്വൽ പാർട്ട് ആക്കി വെച്ചു. ആൻഡ് 1 പാർട്ട് ഈസ് സസ്പെൻഡ് ഇൻ ദ സെയിം വേ ദെൻ ദ ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ലേടാ, സിമ്പിൾ കാര്യമല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാട്ടോ. ലെങ്ത് വൈസ് അവരെ പകുതിയാക്കി എന്നല്ലേ പറഞ്ഞത്, ഇൻ ലെങ്ത്. അപ്പം ലെങ്ത് വൈസ് അവരെ പകുതിയാക്കി എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു കേട്ടോ. ടൈം പീരീഡ് എത്രയാണ്, 4 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. മാഗ്നറ്റ് എന്ത് ചെയ്തു, മാഗ്നറ്റിക് മൊമെൻറ്റ് ഇപ്പോൾ എത്രയാണ്, മാഗ്നറ്റിക് മൊമെൻറ്റ് എത്രയായി, ഇപ്പോഴത്തെ മാഗ്നറ്റിക് മൊമെൻറ്റ് അത് എത്രയാടാ, m/2 പോയി. ഓക്കെ അല്ലേ, m/2 ആയി പോയി. ഇപ്പോഴത്തെ ന്യൂ ലെങ്ത് എത്രയാണ്, പുതിയ ലെങ്ത് എത്രയാണ്, അതും l/2 പോയി. ഓക്കെ അല്ലേ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു നോക്കണേടാ. I2 ഇനി ഓരോന്നിൻ്റെ പുതിയ കാര്യത്തിൻ്റെ കണ്ടുപിടിക്കാൻ പറയുന്നത് എങ്കിൽ ഞാൻ പറയുന്നു എൻ്റെ I പുതിയ I എത്രയാണ് വരിക, I I/n³ ഇങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. അതായത് ml²/2 അത് എമ്മും എല്ലും അതാവുമ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി പുതിയത് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഇത് ഉപയോഗിക്കുക കേട്ടോ. കുട്ടികൾക്ക് നോക്കുക ഇങ്ങനെ ml²/2 L ഇപ്പോൾ L എത്ര n ആണെങ്കിൽ n² വിടും, ഇവിടെ m/n ആവും.
അപ്പോൾ എൻ സ്ക്വയർ എന്നും കൂടി 1ml² 1/n³ വരും. ഇത് ഐ ആണ്, അപ്പോൾ I/n³ എന്ന് വരും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, I/n³ വരും. ഇവിടെ എത്ര n എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എനിക്ക് ഞാൻ പറയുന്നു ദാറ്റ് ഈസ് I/2³ ആയിട്ട് വരും. ദാറ്റ് ഈസ് I/8 ആണ് എനിക്ക് ആൻസർ വരിക. ഓക്കെ, I/8 കിട്ടി. എന്ത് ഇനേർഷ്യ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I/8 ആണ് കിട്ടി. ഇനി നോക്കാം, T = 2π I/mb എന്നല്ലേ വരിക. 2π I/mb. ഇവിടെ 2π × I എത്രയാ, പുതിയ I എത്ര, I', I എത്രയാണ് ഇവിടെ വരുന്നത്, I ഇവിടെ 1/I/8 ആണ്. ഇവിടെ m വരുന്നത് എത്ര, m/2 × b ആണ്, /4 വരും, 2 മേലേക്ക് വരും. ദാറ്റ് ഈസ് I0/2 ആണ് വരിക. അല്ല സോറി, T0/2 എന്ന് എനിക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ഓൾറെഡി ഇതുള്ളത് എങ്ങനെ, 2π/2 √I/mb എന്നാണ് എനിക്ക് വരിക. ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻ്റെ T0 ആണ്, അതായത് 4 ആണ്. 4/2 വരും. ദാറ്റ് വിൽ ബി മൈ ആൻസർ. 2 എന്നൊരു ആൻസർ ഉണ്ടോ, ബി എന്നൊരു ആൻസർ ഉണ്ടോ? ദാറ്റ് ദിസ് ഈസ് മൈ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്തേക്ക് പോലോ. എന്താ അടുത്ത് നോക്കാം. The temperature above which a ferromagnetic material becomes a paramagnetic material. Simple question. കുട്ടികൾ ആൻസർ പറയാം. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ അല്ലേ, ക്യൂറി ടെമ്പറേച്ചർ തെറ്റിപ്പോയതാണ്. ക്യൂറി ടെമ്പറേച്ചർ എന്താണ്, ക്യൂറി ടെമ്പറേച്ചറാണ്. എന്ത് ചെയ്ത് ടെമ്പറേച്ചർ, ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് ആവുന്ന ടെമ്പറേച്ചർ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂറി ടെമ്പറേച്ചർ. അത്രേ ഉള്ളൂ, അധികം ഒന്നും പറയാനില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഒരു സ്മോൾ ബാർ മാഗ്നറ്റ് ഉണ്ട്. എക്സ്പീരിയൻസ് എ ടോർക്ക്, അവർ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. എത്രയാണ്, 0.16. ഓക്കെ ആണോ? വെൻ പ്ലേസ്ഡ് വിത്ത് ദിസ് ആക്സിസ് 30 ഡിഗ്രി, തീറ്റ എത്തുമ്പോൾ 30 ഡിഗ്രിയിലാവുമ്പോൾ വിത്ത് ദിസ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.04 ടെസ്ല. ഇഫ് ദ ബാർ മാഗ്നറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ സോളിനോയിഡ്. ബാർ മാഗ്നറ്റ് എന്ത് ചെയ്തു, സോളിനോയിഡ് ആക്കി വെച്ചു. ഓക്കെ, സോളിനോയിഡിന് എത്രയാ 1000 ടേൺസും ഏരിയ എത്രയാ 1 cm² ഉണ്ട്. ഓക്കെ അല്ലേ? ബട്ട് ഹാവിങ് ദ സെയിം മാഗ്നറ്റിക് മൂവ്മെൻറ്റ് പക്ഷേ സെയിം ആണ് ആസ് ദാറ്റ് ഓഫ് ബാർ മാഗ്നറ്റ്. ദെൻ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ സോളിനോയിഡ്. ഓക്കെ അല്ലേ? ഇതാണ് സംഭവം. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, അധികം ഒന്നുമില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ടോർക്ക് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് MB sin θ വെച്ചിട്ട് ടോർക്ക് ഉണ്ട്, അതിൽ നിന്ന് ഈ M കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ τ/B sin θ എന്ന് എനിക്ക് വരും. അത് എത്രയാണ്, എത്ര 0.16 അല്ലേ, 0.016 ആണല്ലേ, 0.016. അങ്ങനെ 0.016 ഡിവൈഡഡ് ബൈ B എത്രയാ, B എന്ന് പറയുന്നത് 0.04. ഓക്കെ അല്ലേ? sin 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1/2. ഓക്കെ അല്ലേ? അപ്പോൾ 2 × മേലോട്ട് പോകും. എന്നിട്ട് ഇതിൻ്റെ ഇത് കളയാ 40 വരും. എത്ര വരും, 4 വരും. 8 എത്രയുടെ വരിക, 4 × 2 8, 8/10 0.8 എന്ന് വരും. ഇതാണ് എൻ്റെ എന്ത് വരിക, M വരിക. ഈ M എന്ന് പറഞ്ഞാൽ സോളിനോയിഡിൻ്റെ M എന്താടാ, സോളിനോയിഡ് M എന്ന് പറഞ്ഞാൽ എന്താ, NIA. നമ്മൾ പഠിച്ചിട്ടുള്ളത് M = NIA. ഇതിലൂടെ കറണ്ട് പിടിച്ചാൽ മതി. അപ്പോൾ M/N × A ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, കറണ്ട് കിട്ടും. ഓക്കെ, ചെയ്യാം. M/N × A ചെയ്യാം. നോക്കിക്കോ, M എത്രയാണ് കിട്ടിയത്, M എനിക്ക് 0.8 ആണ് കിട്ടിയത്. നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്, 1000 ആണ് കിട്ടിയത്. ഇനി ഏരിയ എത്രയാണ്, ഏരിയ എന്ന് പറഞ്ഞാൽ 10 cm² ആണ്. അപ്പോൾ എത്രയാണ്, 10⁻² × 10⁻², അതായത് 10⁻⁻4 വരും. ഇത് മേലോട്ട് എടുക്കുക, 10⁻4 വരും. 10⁻4 എന്ന് പറഞ്ഞാൽ 8 ആണ്. ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് മൈ കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേടാ? ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോയാലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് മാഗ്നറ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് M is divided into 4 parts, അത് 4 പാർട്സ് ആക്കും. സച്ച് ദാറ്റ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ഈച്ച് സ്മോൾ പാർട്ട് ഈസ് ഹാഫ് ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം. നോക്കി, ഇങ്ങനെ കിട്ടണമെങ്കിൽ ആദ്യം ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയല്ലേ, എന്നാലല്ലേ കിട്ടുള്ളൂ അല്ലേ, എന്നാലല്ലേ എല്ലാം ഹാഫ് ആവുള്ളൂ. ഓക്കെ, ദെൻ ദ പോൾ സ്ട്രെങ്ത് ഓഫ് ഈച്ച് പാർട്ട്. പോൾ സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്, മാറിപ്പോകരുത്. പോൾ സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഞാൻ പറയുന്നു, ഞാനൊരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ എടുത്തുട്ടോ. ബാർ മാഗ്നറ്റ് എടുത്തിട്ട് ഞാൻ ആദ്യം എൻ്റെ ലെങ്ത് വൈസ് കട്ട് ചെയ്താൽ എനിക്ക് എന്തൊക്കെ മാറും, എൻ്റെ പോൾ സ്ട്രെങ്ത് പകുതിയാവും, M/2 ആവും. എൻ്റെ ലെങ്ത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ലെങ്ത്തിന് ഒരു മാറ്റമില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ എനിക്ക് എന്തായി, ഇങ്ങനെ ഓരോ പാർട്സ് ആയിട്ടോ. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഓരോ പാർട്ടിന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തു രണ്ടിലും. ഓക്കെ അല്ലേ? ഇപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടി, ഇങ്ങനെ 4 പാർട്സ് കിട്ടി. ഓക്കെ അല്ലേ? ഇങ്ങനെ 4 പാർട്ട് കിട്ടി. ഓക്കെ അല്ലേ? ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓൾറെഡി M/2 ആയിരുന്നു അല്ലേ, M/2 ആയിരുന്നു. ഇനി ഇതിൻ്റെ മാഗ്നറ്റിക് പോൾ സ്ട്രെങ്ത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ, ഇല്ല. പെർപെൻഡിക്കുലറായിട്ട് കട്ട് ചെയ്ത മാഗ്നറ്റിക് പോൾ സ്ട്രെങ്ത്തിന് മാറ്റം വരില്ല, ലെങ്ത്തിന് മാത്രമേ മാറ്റം വരൂ. അപ്പോൾ ഇതെന്താവും, L/2 ആവും. അപ്പോൾ എൻ്റെ അവസാനം വരുമ്പോൾ എനിക്ക് ഓരോന്നിനും M/2 സ്ട്രെങ്ത് ഉണ്ട്. M/2 ലെങ്ത് എത്രയാണ്, L/2
L/2 L/2 L/2. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദെൻ ദ പോൾ സ്ട്രെങ്ത് ആണ് ഓഫ് ഇനീഷ്യൽ എത്രയാണെന്ന് ചോദിച്ചത്, ദാറ്റ് ഈസ് M/2. ഓക്കെ അല്ലേ? അതിൻ്റെ എന്താ ആൻസർ? ഓരോന്നിൻ്റെ എന്തായിരിക്കും പോൾ സ്ട്രെങ്ത് എത്രയായിരിക്കും? M/2 തന്നെ ആയിരിക്കും. ദാറ്റ് വിൽ ബി ബി വിൽ ബി മൈ കറക്റ്റ് ആൻസർ. എളുപ്പം ക്വസ്റ്റ്യൻ അല്ലേ? അടുത്തിലോട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഈസ് ഫോൾസ് ഫോർ എ ബാർ മാഗ്നറ്റ്? ഒരു മാഗ്നറ്റ് ഫോൾസ് ആയത് എന്തോ? ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് അത് തന്നെ തെറ്റി. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്, ഇറ്റ് ഓൾവേസ് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് എൻ്റെ ആൻസർ. അപ്പോൾ ഇത് തെറ്റ്. സോ ദിസ് ഈസ് മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ദ പോൾസ് ഓഫ് എ മാഗ്നറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ബ്രേക്കിംഗ് ഇറ്റ് ഇൻ ടു 2 പീസസ്. നോക്കാം. ഞാനൊരു മാഗ്നറ്റ് എടുത്തിട്ട് ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് ആണെന്ന് വിചാരിച്ചോ. അത് ഞാനിങ്ങനെ പൊട്ടിച്ചു. ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നോക്കിക്കോട്ടെ, പൊട്ടിച്ച് കഴിഞ്ഞ സമയത്ത് നോക്കിക്കോ, ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് ആവും, ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് ആവും. കണ്ട, ഈ നോർത്തിൻ്റെ എവിടെയാണോ പൊട്ടിച്ച് അവിടെ സൗത്ത് പോൾ വരും. ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചു, അപ്പോൾ ഇവിടെ നോർത്ത് പോൾ വരും. അപ്പോൾ ഇതിന് മാഗ്നറ്റിക് മോണോപോൾസ് ആക്കി എടുക്കാൻ പറ്റും? ഇല്ല, മാഗ്നറ്റിക് മോണോപോൾസ് ഡസൻറ്റ് എക്സിസ്റ്റ്. അപ്പോൾ എന്താണ്? ദ പോൾസ് ഓഫ് എ മാഗ്നറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ബ്രേക്കിംഗ് ഇൻ ടു 2 ആൻസർ. അത് കറക്റ്റ് ആൻസർ ആണ്. ഇനി അടുത്ത നമ്മളോട് ചോദിക്കുന്നത്, ദ മാഗ്നറ്റിക് മൊമെൻറ്റ് വിൽ ബി റെഡ്യൂസ് ടു ഹാഫ് വെൻ എ മാഗ്നറ്റ് ഈസ് ബ്രോക്കൺ. ദ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്താണ്? അതാണ് മാഗ്നറ്റ് എങ്ങനെ പൊട്ടിച്ചാലും നോക്കിക്കോട്ടോ, ഇങ്ങനെ പൊട്ടിച്ചു വിചാരിക്കുക. ഇങ്ങനെ പൊട്ടിച്ചാൽ എന്താണ്ടാവുക? അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈക്വൾ മാഗ്നറ്റിക് പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത്ത്. ഇവിടെ ലെങ്ത്ത് പകുതിയാവും, അപ്പോൾ L/2 ആയി, M/2 ആയി മാറും. ഇനി M ഈക്വൾ ടു, ഇനി ഞാൻ ഇങ്ങനെ പൊട്ടിക്കുകയെന്ന് വിചാരിച്ചു, ഇങ്ങനെ പൊട്ടിച്ചു വെച്ചു, അപ്പോൾ എമ്മിന് മാറ്റമൊന്നുമില്ല, പക്ഷേ ലെങ്ത്ത് ഇങ്ങനെ പൊട്ടിച്ചാൽ M പകുതിയാവും, ലെങ്ത്തിന് മാറ്റില്ല. അപ്പോൾ എന്താണ്? M/2 ഇൻറ്റു L, അപ്പോഴും എന്തായി? M/2 ആയി മാറി. എങ്ങനെ പൊട്ടിച്ചാലും, എങ്ങനെ പകുതിക്ക് പൊട്ടിച്ചാലും എന്താണ്? മാഗ്നറ്റിക് മൊമെൻറ്റ് എന്തായാലും പകുതിയായി മാറും. ഓക്കെ അല്ലേ? മാഗ്നറ്റിക് മൊമെൻറ്റ് പകുതിയായി മാറുന്നു. അപ്പോൾ അതും ശരിയല്ലേ? വെൻ എ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് ഇൻ ടു ഈക്വൽ പീസസ്, അതും കറക്റ്റാണ്. അപ്പോൾ സോ ആൻസർ വിൽ ബി, പക്ഷേ എന്താണ് അതിൻ്റെ ആൻസർ ആണോ ഇത്? അല്ല. സോ ദ ആൻസർ വിൽ ബി ബി. ഇഫ് അസേഷൻ ആൻഡ് റീസൺസ് ആർ കറക്റ്റ് ബട്ട് റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. കറക്റ്റ് അല്ലേ? അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തതിലോട്ട് പോകും. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 മാഗ്നറ്റിക് പോൾസ് എഫ് ആണ്. 2 മാഗ്നറ്റിക് പോൾസ് തമ്മിലുള്ള ഫോഴ്സ് എഫ് ആണ്. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ് ആൻഡ് പോൾ സ്ട്രെങ്ത് ഓഫ് ഈച്ച് പോൾ ഡബിൾ ചെയ്തു. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ആണ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഏതൊരു കുട്ടിക്കും ചെയ്യാം. μ0/4π m1 m2 d² ആണ്. ഇവിടെ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? 2 പോൾ സ്ട്രെങ്ത്തും ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്, ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? പോൾ സ്ട്രെങ്ത് ഡബിൾ ചെയ്തു, 2d ആക്കി മാറ്റി. d' എന്ന് പറയുന്നത് d' എന്ന് പറഞ്ഞാൽ 2d ആക്കി മാറ്റി. ഓക്കെ അല്ലേ? ആൻഡ് പോൾ സ്ട്രെങ്ത് ഓഫ് ഈച്ച് പോൾ ഡബിൾ ചെയ്തു. M1 2m ആക്കി, 2m1 ആക്കി, അതുപോലെ M2 എന്താക്കി? 2m2 ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോഴ്സിന് സംഭവിക്കുക എന്നാണെന്ന് ചെയ്തു നോക്കാം. μ0/4π m1 എന്താണ്? ഇപ്പോൾ 2m1 ആക്കി, m2 എന്താണ്? f' ആണ്, 2m2 ആക്കി ഡിവൈഡ് ബൈ d എത്ര? 2d ദ ഹോൾ സ്ക്വയർ ആക്കി. 2d സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. 4 എന്നാൽ 2 × 2 4. അപ്പോൾ എന്താണ്? ഈ f' എന്ന് പറഞ്ഞാൽ സെയിം ആസ് എഫ് അല്ലേ? ഈ സെയിം സാധനം തന്നെ അല്ലേ? അപ്പോൾ f' = f എന്ന് പറയുന്ന ഒരു ഉത്തരമുണ്ടോ? ഉണ്ട്. D. That is my correct answer. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The length of a magnet is large compared to its width and breadth. Okay, the time period of its oscillation, vibration, magnetic period. Time period തന്നിട്ടുണ്ട്. എത്ര? 2 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. The magnet is cut into equal parts. Length L/3 ആക്കി. ഇങ്ങനെ മാഗ്നറ്റ് എടുത്തു, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് L/3, ഇതും L/3, ഇതും L/3 ആക്കി. And placed on each other when they are with their like poles together. Then the time period of എന്നിട്ട് എന്ത് ചെയ്തു? അവരെ ജോയിൻ ചെയ്തു. അങ്ങനെ വരുമ്പോൾ അവരുടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യക്ക് എന്താ പറ്റുക? I/n² ആണ് വരിക. ഓക്കെ അല്ലേ? ഓരോന്നിൻ്റെ ആണെങ്കിൽ എന്താണ്? n³ ഇങ്ങനെ ആകുമ്പോൾ എന്താണ്? n² കേട്ടോ. മാസ് ഇവിടെ ചേഞ്ച് വരുന്നില്ല, മാസ് സെയിം ആണ്. അപ്പോൾ L² ml² മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഓക്കെ അങ്ങനെയാണെങ്കിൽ I/n² എന്ന് എഴുതുക. I എത്രയാണ്? പുതിയ എത്രയാണ്? 3 പാർട്ടാക്കി. ദാറ്റ് ഈസ് I/9 വരും. I' = I/9 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? I' = I/9 എന്ന് കിട്ടും. ഇനി ടൈം പീരീഡ് എന്താ? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് = 2π√I/mb ആണ്. ഓക്കെ അല്ലേ? 2π എത്രയാണ്? I/mb ആണ് എൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതിൽ T = 2π × I' ആണ്, m' ആണ്. I' എത്രയാണ്? I/9 ആണ്. പോൾ സ്ട്രെങ്ത്തിന് വല്ല മാറ്റം ഉണ്ടോ? അല്ലെങ്കിൽ 3 കയറ്റി വെച്ചാൽ പോൾ സ്ട്രെങ്ത്തിന് മാറ്റം വരുന്നുണ്ടോ? പോൾ സ്ട്രെങ്ത്തിന് മാറ്റമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ m × b. അപ്പോൾ എന്താ? ഈ 9 ഇങ്ങോട്ടേക്ക് കയറി വരും. അപ്പോൾ എന്താ? 1/3 വരും. ദാറ്റ് ഈസ് T = T0/3 എന്ന് വരും. ഇതാണ് എൻ്റെ T0. അങ്ങനെയെങ്കിൽ എൻ്റെ ആൻസർ വിൽ ബി
2/3 എന്ന് പറയുന്ന ഒരു ആൻസർ എനിക്കുണ്ടോ? ഉണ്ട്. ദാറ്റ് ഈസ് ബി. ദിസ് വിൽ ബി മൈ സിമ്പിൾ ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ. എന്തുകൊണ്ട് ഇവിടെ n² വന്നിട്ടാ i = ml²/12 അല്ലേ. ബാക്കി എല്ലാത്തിലും എന്താണ് എമ്മും ബൈ ചെയ്തിരുന്നു, പക്ഷേ ഇവിടെ കയറ്റി വെച്ച കാരണം സെയിം മാസ് തന്നെയാണ് വരിക. അപ്പോൾ ഈ എമ്മിന് മാറ്റമില്ല. അപ്പോൾ എൽ എന്തായി? l/2 ആണെങ്കിൽ എല്ലിന് മാറ്റം വരും. l/n² വരും. അപ്പോൾ l²/12/1/n². അപ്പോൾ ഇത് I0/n². സിമ്പിൾ കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ. സിമ്പിൾ കാര്യങ്ങളാണ്. അടുത്തതിലോട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഓക്കെ, എന്താ പറയുന്നത്? ഒരു ഷോർട്ട് ബാർ മാഗ്നറ്റ് ഉണ്ടായിക്കോട്ടെ. ഈസ് പ്ലേസ്ഡ് വിത്ത് ഈ സൗത്ത് പോൾ ടുവേർഡ്സ് ജോഗ്രഫിക് നോർത്ത്. നോർത്തിലേക്കാണ് ഈ സൗത്ത് പോൾ നോർത്ത് പോളിലേക്ക് വെച്ചു. അപ്പോൾ ഇവിടെ സൗത്ത് പോളാണ്, ഇവിടെ നോർത്ത് പോൾ. ഇങ്ങനെ വെച്ചുട്ടാ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പറയാം എവിടെയായിരിക്കും ന്യൂട്രൽ പോയിന്റ് ഉണ്ടാവുക? ന്യൂട്രൽ പോയിന്റ് ഈ ഒരു ഭാഗത്തായിരിക്കും. ആക്സിൽ പോയിന്റിലാണ് ന്യൂട്രൽ പോയിന്റ് ഉണ്ടാവുക. അത് നേരെ തിരിച്ചു കഴിഞ്ഞാലോ നോർത്ത് ഫേസ് ആണെങ്കിൽ ഇക്വട്ടോറിയൽ പോയിന്റ് ആയിരിക്കും ന്യൂട്രൽ പോയിന്റ് ഉണ്ടാവുക. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മളോട് ചോദ്യം എന്താണെന്ന് നോക്കാം. ദ ന്യൂട്രൽ പോയിന്റ്സ് ആർ സിറ്റുവേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ R എത്രയാണ്? നമുക്കൊരു R ഇവിടുന്നൊരു വാല്യൂ എടുത്താൽ സെൻട്രലിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ. R = 20 സെൻറ്റിമീറ്റർ, 20 × 10⁻² എന്ന് എഴുതി. BH എത്രയാണ് ഇവിടെ? 0.3 × 10⁻⁻4 എന്ന് ഞാൻ എഴുതി. ഓക്കെ അല്ലേ. ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് കിട്ടി. അതായത് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മാഗ്നറ്റിക് മൊമെൻ്റ് കണ്ടുപിടിക്കാം. നമുക്കറിയാം എന്താണ് B ഹൊറിസോണ്ടൽ = നമുക്ക് എല്ലാവർക്കും അറിയാം μ0/4π 2m/r³ ആക്സിലായി കാരണം 2m അല്ലേ. ഐക്വറ്റോറിയലാണെങ്കിൽ വെറും m. ഓക്കെ, μ0/4π എന്ന് പറഞ്ഞാൽ 10⁻7 2 × m എത്രയാണ്? m നമുക്ക് തന്നിട്ടില്ലേ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 2 × m / r³ എത്രയാണ് കുട്ടികളെ? r³ എത്രയാണ് കുട്ടികളെ? നോക്കിയേ. r എന്ന് പറയുന്നത് 2 × 0.2 × 0.2 × cube. ഓക്കെ അല്ലേ. ഇനി ഞാനിതിനെ ഇപ്പുറത്തോട്ട് എഴുതിയാൽ, ഓക്കെ, പുറത്ത് ഞാൻ എഴുതാൻ പോവുകയാണ് ഇതിനെ. ഓക്കെ, ഇപ്പുറത്തോട്ട് എഴുതുമ്പോൾ ഞാൻ എഴുതുന്നു m = എങ്ങനെ കിട്ടുക? BHന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് BH 0.3 ആണ്. അപ്പോൾ ഞാൻ എഴുതുന്നു 0.3 × 10⁻⁻4 ഇൻറ്റു എത്ര? 0.2 × ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 × 10⁻⁻7 ഇങ്ങനെയല്ലേ വരിക? ഓക്കെ അല്ലേ. ഇതാണ് എനിക്ക് വരേണ്ട ആൻസർ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് എഴുതുന്നു? ഇതും കൂടി ക്യാൻസലായി പോകും. എത്ര വരും? 10⁻⁻4ഉം 10⁻⁻7ഉം കൂടെ 10⁻³ അടിയിൽ അല്ലേ. ഇനി ഞാൻ 2ന് വരാം. 2 × 2 × 2 × 2 ഡിവൈഡ് ബൈ 10 × 10 × 10 എന്ന് ഞാൻ എഴുതി. ഓക്കെ അല്ലേ. അങ്ങനെ ഇതും കൂടി ക്യാൻസലായി പോയി. ബാക്കി ഒരു 2 ക്യാൻസലായി പോയി. 4 × 3 12 1.2 അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എനിക്ക്? 1.2 എന്നൊരു ആൻസർ ഉണ്ടോ? ഇതൊക്കെ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് കിടക്കുന്നത്. 1.2 അങ്ങനെ. അപ്പോൾ എനിക്ക് എത്ര വരും? 1200 വരും. ഓക്കെ അല്ലേ. 1200 എന്നുള്ളൊരു ആൻസറിലേക്ക് എത്തും. 1200 എന്നൊരു ആൻസർ എനിക്ക് കാണാനുണ്ടോ? ഉണ്ട്. സി ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. സിമ്പിൾ കാര്യമില്ലേ നമ്മൾ ചെയ്ത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യൂ? ആ ന്യൂട്രൽ പോയിന്റിൻ്റെ ഇക്വേഷനോട്ട് കൊടുക്കുക. എക്സലായി കാരണം μ0/4π എന്താ 2m/r³. അതിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. സിമ്പിൾ കാര്യങ്ങൾ ആകെ അറിയേണ്ടത് ഈ ഇക്വേഷൻ മാത്രം. എന്നാൽ നമുക്ക് ഈ ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാൽ എന്താണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. എന്താ കുട്ടികൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 2 പോയിൻറ്റ്സ് A and B ഉണ്ട്. ആർ സിറ്റുവേറ്റഡ് അലോങ് ദ എക്സ്റ്റെൻഡ് ആക്സിസ് ഓഫ് 2 സെൻറ്റിമീറ്റർ ലോങ് ബാർ മാഗ്നറ്റ് ഡിസ്റ്റൻസ്. അത് ഒരു ബാർ മാഗ്നറ്റ് എടുത്താൽ അതിൻ്റെ ആക്സിസിൽ ഒരു x ഡിസ്റ്റൻസിലും അതേപോലെ തന്നെ 2x ഡിസ്റ്റൻസിലും 2 പോയിന്റ് ഞാൻ എടുത്തു. ഓക്കെ അല്ലേ. 2 പോയിന്റ് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ എന്താ അവർ പറയുന്നത്? നിയർ പോൾ ഓഫ് ബാർ മാഗ്നറ്റ് 2 സെൻറ്റിമീറ്റർ ലോങ്. ഈ ബാർ മാഗ്നറ്റിൻ്റെ ലെങ്ത് 2 സെൻറ്റിമീറ്റർ ലോങ് ആണ്. ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് A and B എന്നാണ് പറയുന്നത്. റേഷ്യോ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ ആക്സിസിലുള്ളതിൻ്റെ എങ്ങനെ എഴുതാം? μ0/4π നമ്മൾ പഠിച്ചതാണ്. 2m/r³. ഇതിൽ μ0 കോൺസ്റ്റൻറ്റ്, 4π കോൺസ്റ്റൻറ്റ്, 2 കോൺസ്റ്റൻറ്റ്, m കോൺസ്റ്റൻറ്റ്. കാരണം എന്താ? സെയിം മാഗ്നറ്റ്. അങ്ങനെയാണെങ്കിൽ B പ്രൊപ്പോർഷണൽ 1/r³ എന്ന് കിട്ടും. B1/B2 = r2³ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്താ എക്സ് ഡിവൈഡ് ബൈ 2x ദ ഹോൾ ക്യൂബ് എന്ന് വരും അല്ലേ. ഫസ്റ്റ് B1 എന്ന് പറഞ്ഞാൽ x ഡിസ്റ്റൻസ്, B2 പറഞ്ഞാൽ 2x ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ 2 × 2 × 2 4 8 × 1 എന്നല്ലേ വന്നത്? 8 × 1 എന്നല്ലേ വന്നത് ഇടാ. ഓക്കെ അല്ലേ. 8 × 1 എന്നുള്ള ഒരു ആൻസർ അല്ലേ നമുക്ക് വന്നത്. സോ 8 × 1 വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ.
ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. ഇവിടെ എക്സാക്ട്ലി അപ്രോക്സിമേറ്റ്ലി എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണ് ഇവിടെ ഏതാ നമ്മൾ കറക്റ്റ് കൊടുക്കേണ്ടത്? ഇവിടെ എപ്പോഴും അപ്രോക്സിമേറ്റ്ലി കൊടുക്കണം. കാരണം ഈ സൈഡത്തെ ഈ ഒരു സൈഡത്തെ ഇവിടെയും ഇവിടെ എന്താ വേണ്ടത്, നമ്മൾ ഇവിടെ ഇത് നോർത്ത് പോൾ, ഇവിടെ സൗത്ത് പോൾ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതും കൂടുതലായിട്ട് ഇതിൽ വരുന്ന കാരണം നമ്മൾ അപ്രോക്സിമേറ്റ്ലി ആണ് നമുക്ക് ഒന്നുകൂടെ അനുയോജ്യമായ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലടാ. അടുത്തതിലേക്ക് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. A thin bar magnet of length 2L is bent at the midpoint so that the angle between the ഇങ്ങനൊരു ബാർ മാഗ്നറ്റ് ഉണ്ടായിരുന്നു. ഇതിന് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ബെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു, 60 ഡിഗ്രിയിലാക്കി വെച്ചു. ഓക്കെ അല്ലേ, 60 ഡിഗ്രിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഇതെന്ന് പറയാം, 60 ഡിഗ്രി ആക്കി വെച്ചു. ഓക്കെ അല്ലേ. ഇത് 2L ആയിരുന്നു, മിഡ് പോയിന്റിലാണ് ബെൻഡ് ചെയ്തത്. അപ്പോൾ ഇത് L കിട്ടി. അതായത് ന്യൂ ലെങ്ത് ഓഫ് ദ മാഗ്നറ്റ്, മാഗ്നറ്റിൻ്റെ പുതിയ ലെങ്ത്. ഇങ്ങനൊരു ബാർ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്താ ഉണ്ടാവുക? അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും എൻഡ് തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈനാണ്. ഇതായിരിക്കും അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത്. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് എന്തായിരിക്കും? ദിസ് വിൽ ബി മൈ എഫക്റ്റീവ് ലെങ്ത്. അപ്പോൾ ഈ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. ഇത് 60 ഡിഗ്രി, ഇത് L. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇതും 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിളായി മാറി. അപ്പോൾ ഇതും L. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇത് 60 ഡിഗ്രി, ഇതിൻ്റെ രണ്ടിൻ്റെ സൈഡിലുള്ള ലെങ്ത് ഈക്വലാണ്. അപ്പോൾ ഇതും 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ലെങ്ത്തും എല്ലായിരിക്കും. ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിളായി മാറി. സോ ദ ആംഗിൾ വിൽ ബി ഈക്വൽ. ഓക്കെ അല്ലേ. എന്തുകൊണ്ട് ഓപ്പോസിറ്റുള്ള ആംഗിൾ പകുതിയായിരിക്കും ഇവിടെ വരിക. ഓക്കെ അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തതിലേക്ക് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. The work done in rotating a magnet of magnetic moment M in a magnetic field through 90 degree. Work done through 90 degree is equal to x times the work done in rotating the same value through 60 degree. W60 എന്ന് എഴുതി. Then the value of x ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ, നമുക്ക് ചെയ്താം. അപ്പം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് വർക്ക് ഡൺ ഇൻ 90 ഡിഗ്രി കണ്ടുപിടിക്കാം. വർക്ക് ഡൺ ഇൻ 90 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? MB ഇൻറ്റു കോസ് 0 മൈനസ് കോസ് 90 ആണ് അല്ലേ, കോസ് 90 ആണ്. ഓക്കെ അല്ലേ. അതെങ്കിൽ എത്ര വരും? MB ഇൻറ്റു കോസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. കോസ് 90 എന്ന് പറഞ്ഞാൽ എത്ര? 0. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0 അങ്ങനെയല്ലേ വരിക. അപ്പോൾ MB തന്നെ വന്നു. ഓക്കെ അല്ലേ, MB എന്ന് എനിക്ക് വന്നു. ഓക്കെ അല്ലേടാ, 1 മൈനസ് 0 കിട്ടി. ഇനി W60 ഡിഗ്രി ടേൺ ചെയ്യാനുള്ള എത്രയുടെ വരിക? MB കോസ് 0 തന്നെ, കോസ് 0 മൈനസ് കോസ് 60 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതും MB ഇൻറ്റു 1 മൈനസ് 1/2 വിച്ച് ഈസ് /2 എന്ന് കിട്ടി. MB/2 എന്ന് കിട്ടി. ഇനി ഞാൻ എന്താ എഴുതുന്നത്? വർക്ക് ഡൺ 90 എത്രയാണ്? MB ആണ് എനിക്ക് കിട്ടിയത്. ഈക്വൽ ടു ഈ എക്സ് ഇൻറ്റു വർക്ക് ഡൺ 60 എത്രയാണ്? MB/2 ആണ് എനിക്ക് കിട്ടിയത്. രണ്ടും കൂടി ക്യാൻസൽ ആവും. X ഈക്വൽ ടു 2 എന്ന് വരുന്ന ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ വരുന്നത് അല്ലേ. അടുത്തതിലേക്ക് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ മാഗ്നറ്റ് ഇൻ എ വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ 2 സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. The period of oscillation of a magnet whose magnetic moment is 4 times the first magnet. ഓക്കെ, T ഈക്വൽ ടു 2π√I/MB. ഇതാണ് എൻ്റെ ഫസ്റ്റ്. ഇതാണ് എനിക്ക് ഈ T ആണ് എന്താ T0 എന്ന് കൊടുക്കാം. T0 ആണ് എനിക്ക് 2 എന്ന് വിചാരിക്കുക. ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് T' കണ്ടുപിടിക്കണം. T' ഈക്വൽ ടു 2π√I/M' B. ഐയും ബിയും സെയിം ആണ്, M' മാത്രമേ വ്യത്യാസമുള്ളൂ. M എത്രയെന്ന് തന്നിട്ടുണ്ട്? എത്രയാണ്? M' ഈക്വൽ ടു മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് 4 ടൈംസ് ദ ഫസ്റ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ 4M വരും. ഓക്കെ, ഇവിടെ 4M വരും. അങ്ങനെയാണ് ഈ M 2 പകുതിയൊക്കെ വരും. 2π/2 ഇൻറ്റു √I/MB എന്ന് വരും. ഈ 2 പുറത്തേക്ക് എടുക്കുക, റൂട്ടിന് പുറത്തേക്ക് എടുത്താൽ 2 എന്ന് വന്നു. ഇനി കുട്ടികൾ ശ്രദ്ധിക്കുക, ഇതെന്താ സാധനം? ഇതല്ലേ ഈ 2π ഇൻറ്റു I/MB എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഇതെത്രയാണ്? 2 അല്ലേ. അപ്പോൾ എനിക്ക് എഴുതാം T' ഈക്വൽ ടു T0/2 എന്ന് എഴുതാം. T0 എത്രയാണ്? 2 തന്നെയാണ്. ദാറ്റ് ഈസ് 2/2. ദാറ്റ് ഈസ് 1 സെക്കൻഡ്. 1 സെക്കൻഡ് ആണ് എൻ്റെ കറക്റ്റ് ശരിയായ ഉത്തരം. സിമ്പിൾ ക്വസ്റ്റ്യൻ ചാനലിലൂടെ നമ്മൾ വീണ്ടും പോകുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ ബാർ മാഗ്നറ്റ് ഈസ് M. ഓക്കെ, ദ വർക്ക് ഡൺ ടു ടേൺ ദ മാഗ്നറ്റ് ബൈ 90 ഡിഗ്രി ഓഫ് എ മാഗ്നറ്റിക് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി എന്നാണ് ചോദ്യം. ഓക്കെയാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ഏടാ. W ഈക്വൽ ടു എന്തായത്? MB കോസ് എത്രയാ? കോസ് 0 മൈനസ് കോസ് 90 കൊടുക്കുക അല്ലേ. ഡയറക്ഷൻ ഓഫ് 90 ഡിഗ്രി തിരിക്കണം. ഓക്കെ അല്ലേ, സിമ്പിൾ കാര്യം. കോസ് 0 മൈനസ് 90 കൊടുക്കുക. MB ഇൻറ്റു കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, 90 എന്ന് പറഞ്ഞാൽ 0 ആണ്. 1 മൈനസ് 0 ദാറ്റ് ഈസ് വർക്ക് ഡൺ ഈക്വൽ ടു MB എന്ന് പറയുന്ന ഒരു ഉത്തരമുണ്ടോ? എനിക്ക് ഉണ്ട്. W ഈക്വൽ ടു MB എന്ന് പറയുന്ന ഉത്തരമുണ്ടോ? ഉണ്ട്. ദാറ്റ് ഈസ് D വിൽ ബി മൈ കറക്റ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ, സിമ്പിൾ വീണ്ടും സിമ്പിളായ ക്വസ്റ്റ്യൻസ്. നമ്മൾ അടുത്തിലോട്ട് പോകുന്നു. എന്താ? ദ എഫക്റ്റ് ഡ്യൂ ടു ദ നോ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ്. ഓക്കെ, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നോർത്ത് നില
സൗത്തിലേക്ക് പോകുന്നു. ഓക്കെ അല്ലേ? ഇങ്ങനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എഴുതാം അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഞാൻ എന്ത് ചെയ്തു അറിയോ? അതിൽ ഞാൻ ഇങ്ങനെ ഒരു മാഗ്നറ്റിനെ കൊടുത്തിട്ടു. ഇതാണ് ഇതിൻ്റെ നോർത്ത്, ഇതാണ് ഇതിൻ്റെ സൗത്ത് എന്ന് വിചാരിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ നോർത്ത്, ഇതാണ് എൻ്റെ സൗത്ത്. ഓക്കെ അല്ലേ? ഇങ്ങനെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഇവിടുന്ന് എങ്ങോട്ടുണ്ടാവും? ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ഇത്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ അല്ലേടാ? സോറി, നേരെ തിരിച്ചില്ലേ? ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇങ്ങനെയല്ല ഉണ്ടാവുക. നോർത്ത് നിന്ന് ഇങ്ങോട്ടേക്ക്, ഓക്കെ, സൗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലേ? അല്ലേ? നോർത്ത് ടു സൗത്ത് അല്ലേ? അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നോക്കുക, കുട്ടികൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഇവിടെ നോക്കുക, ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഇവിടെ നെറ്റ് ഫോഴ്സ് ഇതിൻ്റെ മേലുള്ളത് എന്താ? നെറ്റ് ഫോഴ്സ് ഇങ്ങോട്ടേക്കും ഉള്ളത് എഫ് നെറ്റ് എന്തായി പോവും? 0 ആയി പോവും. പക്ഷേ ഇവൻ ഇവിടെ കിടന്ന് ഈ ആക്സിസിൽ കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ടോർക്ക് ഉണ്ട് അവിടെ. ടോർക്ക് നോട്ട് ഈക്വൽ ടു 0 ആണ്. എഫ് നെറ്റ് എന്താണ്? ഇങ്ങോട്ട് ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സ് ആകുമ്പോൾ കാരണം അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. പക്ഷേ ആ പോയിന്റിൽ കിടന്ന്, ആ ഒരു ആക്സിസിൽ കിടന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ഈസ് ടോർക്ക് ഈസ് പ്രസൻറ്റ് ഇത്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഈസ് പ്രസൻറ്റ് ബട്ട് നോ ഫോഴ്സ്. ഓപ്ഷൻ ബി, ദാറ്റ് വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? എന്താണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ? നോക്കാം. A bar magnetic of magnetic moment 220 am square is suspended from a magnetic field of intensity എന്നുണ്ട്. ദ കപ്പിൾ എന്ന് പറയുന്നത് ടോർക്കാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ടോർക്ക് ഈക്വൽ ടു എത്രയാണ്? എം ബി സൈൻ തീറ്റ. എം എത്രയാണ്? എം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 220 എന്ന് തന്നിട്ടുണ്ട്. ബി എത്രയാണ്? ബി തന്നിട്ടുണ്ട് 0.25 എന്ന് തന്നിട്ടുണ്ട്. സൈൻ തീറ്റ എത്രയാണ്? സൈൻ 30, ദാറ്റ് ഈസ് 1/2 എന്ന് തന്നിട്ടുണ്ട്. സിമ്പിൾ 110 ഇൻറ്റു 25/100 ആണ് എനിക്ക് ആൻസർ വരേണ്ടത്. ഓക്കെ അല്ലേ? ദിസ് വിൽ ബി മൈ ആൻസർ. അതെത്ര വരൂടാ? നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ 25 100 4 പ്രാവശ്യം 110 പകുതി എടുത്ത ഒരു ഏകദേശം ഒരു 27.5 എൻ്റെ ആൻസർ വരിക. ഓക്കെ അല്ലേ? 27.5 എന്ന് പറയുന്ന അത് നോക്കുക. 100 ആണെങ്കിൽ ബൈ 4 അടിച്ച് 25, പിന്നെ 10/4 അടിച്ചാൽ എത്ര വരിക? 2.5. അപ്പോൾ 25 + 2 27.5 അങ്ങനെ നമുക്ക് കൂട്ടും കേട്ടോ. 27.5. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ? എന്താണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ? സിമ്പിളായ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പറയും. ദ എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ മാഗ്നറ്റ് എത്രയാണ്? 3.14 എന്ന് തന്നിട്ട്. ആൻഡ് ഇസ് പോൾ സ്ട്രെങ്ത് എത്രയാണ്? 0.8 എന്ന് തന്നിട്ട്. ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇഫ് ഇറ്റ് ഈസ് ഇൻ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കണം. ഇഫ് ഇറ്റ് ഈസ് ബെൻഡ് ഇൻ ദ ഫോം ഓഫ് എ സെമി സർക്കിൾ. അതൊരു സെമി സർക്കിൾ, ഇങ്ങനെയുള്ള സാധനം നമ്മൾ എന്ത് ചെയ്തു? ഒരു സെമി സർക്കിളാക്കി മാറ്റിയാൽ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇന്നേരമുള്ളതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് എന്തായിരിക്കും? ഇവിടെ ഇതായിരിക്കും. ദാറ്റ് ഈസ് ഡയാമീറ്റർ ആയിരിക്കും അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആദ്യം എന്താ ചെയ്യുന്നു അറിയോ? നമുക്കിവിടെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 31.4 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പോൾ സ്ട്രെങ്ത് ഇവിടെ എത്ര തന്നിരിക്കുന്നത്? പോൾ സ്ട്രെങ്ത് എം എത്ര തന്നിട്ടുണ്ട്? നമുക്ക് 0.8 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതായത് ബാർ മാഗ്നറ്റ് ഇങ്ങനെ നമ്മൾ ബെൻഡ് ചെയ്താൽ അതിൻ്റെ ലെങ്ത് ഈക്വൽ ടു അതിൻ്റെ സർക്കംഫറൻസ്. ദാറ്റ് ഈസ് സർക്കിൾ ആണെങ്കിൽ 2πr ആയതിനെ, ഇത് സെമി സർക്കിൾ ആയ കാരണം πr വന്നു. അപ്പോൾ എന്താ? ലെങ്ത് ഈക്വൽ ടു πr എന്ന് കിട്ടി. ഞാൻ എഴുതാൻ പോവാണ്, നോക്കിക്കോട്ടെ. 31.4 × 10⁻² ഡിവൈഡഡ് ബൈ π എന്ന് പറഞ്ഞാൽ 3.14 ഈക്വൽ ടു അതിൻ്റെ 6. ഓക്കെ അല്ലേ? ഇങ്ങനെ എനിക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഇങ്ങനെ കിട്ടും. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇനി എന്താണ് ഇതിൻ്റെ മാഗ്നറ്റിക്? ഇതെന്താ? മാഗ്നറ്റിക് പോൾ സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എം ഇൻറ്റു അതിൻ്റെ ലെങ്ത്ത്. ഇതിൻ്റെ ലെങ്ത്ത് എന്താ വരിക? അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഡയമീറ്റർ ആണ്. അത് 2 × റേഡിയസ്, എം ഇൻറ്റു 2r. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ എഴുതും എം ഇൻറ്റു 2 × റേഡിയസ് എത്രയാണ്? റേഡിയസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 31.4 × 10⁻² ഡിവൈഡ് ബൈ 3.14. ഇത് ചെയ്താൽ എനിക്ക് ആൻസർ കിട്ടും. എം എത്രയാണ്? 0.8 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ 3.14 ഇതിൽ എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം. 10ഉം ഇതും കൂടിയിട്ട് 10⁻⁻1 പ്രാവശ്യം. അങ്ങനെ 8 × 2 16. 0.16 എന്നൊരു ആൻസർ ഉണ്ടോ? എനിക്ക് 0.16 എന്നൊരു ആൻസർ ഉണ്ട് സാറേ. സി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ സി വിൽ ബി മൈ കറക്റ്റ് ആൻസർ. സിമ്പിളായ ചോദ്യങ്ങളിലൂടെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോലും. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നോക്കാം. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡ്യൂ ടു എ ബാർ മാഗ്നറ്റ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ്. എത്ര പ്രാവശ്യം കേട്ടാടാ ഇത് ചോദ്യം വായിക്കണം? നമുക്ക് വേണ്ട. കാരണം എന്താ? ഇഫ് ദ ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ദെയർ വുഡ് ബി ഹാവ് 2 ഡയറക്ഷൻ വിച്ച് ഈസ് നോട്ട് പോസിബിൾ. സിമ്പിൾ കാര്യം അല്ലേ? അവർ ഇൻ്റർസെക്റ്റ് ചെയ്താൽ ആ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് 2 ഡയറക്ഷൻ ഉണ്ടാവും. അത് ഒരിക്കലും പോസിബിൾ അല്ല. അങ്ങനെ ഒരു ചോദ്യം എന്തായാലും അങ്ങനെ ഒരു ആൻസർ ഉണ്ടാവും. പോയിന്റ് സിംഗിൾ അതല്ല. ദ ലൈൻസ് ഹാവ് സിമിലർ ചാർജസ് ഫോർ റിപ്പൽ ഈച്ച് അതർ ഇതല്ല. ദ ലൈൻസ് ഓൾവേസ് ഡൈവേർജ് ഫ്രം എ സിംഗിൾ അതല്ല. ദ ലൈൻസ് നീഡ് മാഗ്നറ്റിക് പോയിന്റ് ഓൾവേസ് ആസ് എ
സിംഗിൾ മാഗ്നറ്റിക് തന്നെ ഒന്നാമത്തെ ആൻസർ. സോറി എ പോയിന്റ് ഓൾവേസ് ഹാസ് എ സിംഗിൾ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി സപ്പോസ് അവർ ഇന്റർസെക്ട് ചെയ്താൽ രണ്ടെണ്ണം വന്നതിനെ വിച്ച് ഇസ് നോട്ട് പോസിബിൾ. സോ ഓപ്ഷൻ എ വിൽ ബി മൈ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് എടുത്തിട്ട് വെൻ പ്ലേസ് അറ്റ് എൻ ആംഗിൾ 30 ഡിഗ്രി ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ 5 ഇപ്പോൾ നമുക്ക് തീറ്റ എന്നുണ്ട് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 5 × 10⁻⁻5 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എക്സ്പീരിയൻസ് എ മൊമെൻറ്റ് ഓഫ് കപ്പിൾ ദാറ്റ് ഈസ് ടോർക്ക് എത്രയാണ്? 2.5 × 10⁻⁻6 എന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ഈസ് ലെങ്ത് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ ആണെന്ന്, എം ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. മാഗ്നറ്റിക് പോൾ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ പറ. ടോർക്ക് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. കുട്ടികൾ തന്നെ ചെയ്യുക, എല്ലാവർക്കും കിട്ടും. എം എന്ന് പറഞ്ഞാൽ എത്ര? എം ഈ മാഗ്നറ്റിൽ നിന്ന് എത്ര? എം × എൽ എന്നാണ് എല്ലാവർക്കും അറിയാലോ. ഓക്കെ അല്ലേ? × ബി സൈൻ തീറ്റ. അപ്പോൾ എനിക്ക് ഈ എം കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യുന്നു ടോർക്ക് ഡിവൈഡ് ബൈ എൽ ബി സൈൻ തീറ്റ. ടോർക്ക് ഡിവൈഡ് ബൈ എൽ ബി സൈൻ തീറ്റ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ എം കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോർക്ക് എന്താ ഇവിടെ ഉള്ളത്? ടോർക്ക് പറഞ്ഞാൽ 2.5 × 10⁻⁻6 ആണ്. എത്രയല്ലേ? ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 10⁻⁻2 ആണ്. ബി എത്രയാ? ബി 5 × 10⁻⁻5 ആണ്. ഓക്കെ അല്ലേ? 5 × 10⁻⁵ ബി കിട്ടി. ഈ സൈൻ തീറ്റ സൈൻ 30 ദാറ്റ് ഈസ് 1/2 ആണ്. ഇവിടെ മേലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതുന്നു ഇവിടെ ബൈ 10 അടിയിൽ 10 വരിക. ഇത് 5 ടൈംസ് ഈ 5ഉം കൂടെ ക്യാൻസലായി പോയി. ദാറ്റ് ഈസ് 2 × 10⁻⁻6 ഡിവൈഡ് ബൈ 10⁻2 × 10⁻⁻5 വരും. 10⁻7 മേലോട്ട് കയറുമ്പോൾ എത്ര വരും? 20 അങ്ങനല്ലേ വരിക? 10⁻2 10⁻7 മേലേക്ക് വരുമ്പോൾ 20 എന്ന് പറഞ്ഞ ഒരു ആൻസർ ഉണ്ടോ? ഇല്ല. അല്ല, എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഒന്നുകൂടി നോക്കാമേ. നോക്കാം. ഒന്നുകൂടി നോക്കാം. ടോർക്ക് എത്രയാണ്? ടോർക്ക് എനിക്ക് പറഞ്ഞു 2.5 × മൊമെൻറ്റ് ഓഫ് ടോർക്ക് ഈക്വൽ ടു 10⁻⁻6 തന്നെയാണ്. ഓക്കെ അല്ലേ? ടോർക്ക് എത്രയാണ്? 2.5 × 10⁻⁻6 ആണ്. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ എൽ എത്രയാണ്? എൽ എത്രയാടാ? ഇവിടെ എൽ എത്രയാണ് വരുന്നത്? ലെങ്ത്ത് എവിടെ? ലെങ്ത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ അല്ലേ? നോക്കട്ടെ, ഒന്നുകൂടി ശ്രദ്ധിക്കാം നമുക്ക്. അതെ, 5 സെൻറ്റിമീറ്റർ ആണ് തന്നെയാണ് തരുന്നത്. അപ്പോൾ ഞാൻ എഴുതുന്നു 5 × 10⁻⁻2 എന്ന് എഴുതി. ഇനി ബി എത്രയാടാ? ബി എന്ന് പറയുന്നത് ഇവിടെ ബി നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ബി 5 × 10⁻⁻5 5 × 10⁻⁻5 ആണ്. സൈൻ തീറ്റ എത്ര? സൈൻ 30 ദാറ്റ് ഈസ് 1/2 മേലോട്ട് വരുമ്പോൾ 2. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോട്ടെ, ഈ 5 × 5 25. ഓക്കെ, ഇത് ബൈ 10 അടിയിൽ വരും. ഇതും ക്യാൻസലായി പോകും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 × 10⁻6 ഡിവൈഡ് ബൈ 10 × 10⁻2 × 10⁻5 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വരും ഇവിടെ? 10⁻5ഉം 10⁻6ഉം കൂടി ക്യാൻസൽ ചെയ്താൽ മേലെ 10⁻1 വരും. ഇതും ക്യാൻസലായി പോയി. ഇതും ക്യാൻസലായി. 2 ആണ് എനിക്ക് ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി വിൽ ബി മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്തോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? The work done in turning a magnetic moment by an angle 90 degree from the meridian is n times. Okay, W90 equal to n times W60 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്തത് പോലെ അല്ലേ? അപ്പോൾ എന്താ? വർക്ക് ഡൺ 90 കാണാൻ എം ബി ഇൻറ്റു കോസ് 0 മൈനസ് കോസ് 90 ചെയ്താൽ മതി. കോസ് 0 എത്ര? എം ബി ഇൻറ്റു കോസ് 0 എന്ന് പറഞ്ഞാൽ 1 - 0 ദാറ്റ് ഈസ് എം ബി തന്നെ കിട്ടും W90. ഇനി വർക്ക് ഡൺ 60 കാണാൻ എന്താ ചെയ്യേണ്ടത്? എം ബി ഇൻറ്റു കോസ് 0 എന്ന് പറഞ്ഞാൽ 1 - 1/2 ദാറ്റ് ഈസ് എം ബി ബൈ 2 എന്ന് കിട്ടും വർക്ക് 60. ഇനി ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എം ബി ഈക്വൽ ടു എൻ ഇൻറ്റു എം ബി ബൈ 2 എന്ന് വരും. അതായത് എൻ ഈക്വൽ ടു 2 എന്നായിരിക്കും എൻ്റെ ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി വിൽ ബി മൈ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഓക്കെ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഒരു ഷോർട്ട് ബാർ മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേസ് വിത്ത് ഇറ്റ് ആക്സിസ് 30 ഡിഗ്രി 30 ഡിഗ്രിയിൽ എന്ത് ചെയ്തു? അതിൻ്റെ ആക്സിസ് വെച്ചു. വിത്ത് എ യൂണിഫോം എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. നോക്കണേ, തീറ്റ നമുക്ക് എത്രയാണ്? 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്.
പിന്നെന്താ തന്നിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് തന്നിട്ടുണ്ട്? 0.16 എന്ന് തന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് ടോർക്ക് എത്രയാണ്? 0.032 എന്ന് തന്നിട്ട്. ദ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നോക്കാം, നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. ഇതിൽ ഉത്തരമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തായാലും നമുക്ക് നോക്കി നോക്കാം. മാഗ്നറ്റിക് മൊമെൻറ്റ് ടോർക്ക് ഈക്വൽ ടു എന്താ? MB സൈൻ തീറ്റ അല്ലേ? അതിൽ ടോർക്ക് എന്താണ്? 0.032 ഡിവൈഡഡ് ബൈ ബി എത്രയാണ്? 0.16 ഇൻറ്റു സൈൻ തീറ്റ എത്രയാണ്? ഇൻറ്റു 1/2 വരും. ഓക്കെ അല്ലേ? 1/2 ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നു, ഇവിടെ 0.332 ബൈ 16 ഇൻറ്റു 10 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് 2 വരും. 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 4/10 0.4 ആണ് എൻ്റെ ആൻസർ. സോറി, ഇതല്ല, ദാറ്റ് ഈസ് ഇവരല്ല ആൻസർ വരേണ്ടത്. ദാറ്റ് ഈസ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 0.4 ആണ്. ദാറ്റ് ഈസ് മൈ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? 0.4 ആണ് എൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.